റെയിൻ ഡ്രോപ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ വീടാണ് കേട്ടോ. നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട് കുറച്ചൊക്കെ അടിച്ചു, ബാക്കി ഇതെല്ലാം കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു മെഷീൻ വെച്ച്. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ബെല്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മറ്റേ ബെല്ലുണ്ട്, പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ഈ ബെല്ല് നന്നായിട്ട് കറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീടൊക്കെ ഫുള്ളായിട്ട് നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ചെടികളെല്ലാം ഓൾമോസ്റ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ താമര ആമ്പലും ഒക്കെ അപ്പുറത്ത് നമുക്കൊരു വീടുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയേ. കുറച്ച് ചെടികളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു കൊങ്ങിണിയാണ് കേട്ടോ, വയലറ്റ് കളറ്. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് 2 കളറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടി കാരണം നമ്മൾ ഇതുണ്ടോ പായൽ പിടിച്ചിരിക്കുമായിരുന്നു. നമ്മുടെ ആ വീടിൻ്റെ ഞാലിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല വൃത്തിയായിട്ടില്ല. വൃത്തിയായി കഴിയുമ്പോൾ ഞാൻ നല്ല വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ എൻ്റെ കുറേ ചെടികളെല്ലാം അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവച്ചു. നമ്മുടെ ഈ സിറ്റൗട്ടെല്ലാം ഫുള്ള് ചെടികളായിരുന്നു, അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കഥാപാത്രമായ ബെല്ലുകൂട്ടനെ നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബെല്ല് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് വില കേട്ടോ. ഇതിപ്പോൾ ഒരു 1800 രൂപയുടെ സാധനമാണ്. ഈ ഒരു ചങ്ങലയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് 200 രൂപയാണ് കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മേടിച്ചുകൊണ്ട് അന്നത്തെ എൻ്റെ ബഡ്ജറ്റിൽ എനിക്ക് അത്രയും ഉണ്ടായിരുന്നുള്ളൂ പൈസ. ഇനി നമ്മൾ കുറച്ചുകൂടെ വലുത് വാങ്ങിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമ്മുടെ ബെല്ല് ഞാൻ നാച്ചുറലായിട്ട് പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ നിലവിളക്കൊക്കെ തേച്ചുകൊണ്ടിരുന്ന ഒരു രീതിയിൽ തേച്ച് കഴുകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, നമ്മൾ കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ രസമൊക്കെ വയ്ക്കുന്ന വാളൻ പുളി ഉണ്ടല്ലോ, അതും പിന്നെ നമ്മുടെ വീട് പണിയുന്ന നമ്മുടെ ചുടുകട്ടയുടെ പൊടിയും കൂടി ഇട്ട് തേച്ച് കഴുകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ചുടുകട്ട, അറിയാലോ. ഇത് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ പൊടിച്ചെടുക്കണേ. ഇതിട്ടാണ് നമ്മൾ നമ്മുടെ ബെല്ല് കഴുകുന്നത്. നന്നായിട്ട് കറുത്തിട്ടുണ്ട്, ഞാൻ ഒത്തിരി ആയി കഴുകിയിട്ട്. അടുത്ത് നമ്മളൊരു നാരങ്ങ വലുപ്പത്തിന് വാളൻപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിലോട്ട് നമ്മൾ വാളൻപുളി തേച്ചിട്ടുണ്ട്. നമ്മൾ ഈ നമ്മുടെ കട്ടയുടെ പൊടി എടുത്തിട്ട് നമുക്ക് തേച്ച് വെക്കാം. ഇത് പണ്ട് എൻ്റെ അമ്മയൊക്കെ നിലവിളക്ക് തേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്തോ കെമിക്കലൊക്കെ കിട്ടുമല്ലോ, മണ്ണെണ്ണയൊക്കെ തേച്ചിട്ട് കളയുന്നേ. അത് നഖമൊക്കെ ചീത്തയാകും. അപ്പം അങ്ങനെയൊന്നുമില്ല. അത് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പം ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകുമ്പോൾ തന്നെ കണ്ടോ കളറ് മാറി വരുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് വെളുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നന്നായിട്ട് ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നിലവിളക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു പിച്ചളയാണോ ഓടാണോ അങ്ങനെ പറയും, ഏതാണ് കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. ഇതിൻ്റെ കിലോ അനുസരിച്ചാണ് ഇതിന് വെയിറ്റ് വരുന്നത് കേട്ടോ. അപ്പം നിലവിളക്കൊക്കെ വാങ്ങിക്കുന്ന അതേ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഇത് കൂട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഞാനിത് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്താണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ താമരയുടെ ആമ്പലിൻ്റെയൊക്കെ വീഡിയോ കുറച്ച് കുറവാണ്, കാരണം പൂക്കളൊക്കെ കുറവാണ്. ഇപ്പം പിന്നെ രണ്ടാമത് മുട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മണിക്കൂർ കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോസിന് വ്യൂവേഴ്സ് കുറവായുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ.
അപ്പം നമ്മുടെ ബെല്ല് നമ്മൾ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ കർക്കിടകം കഴിഞ്ഞിട്ട് നാളെ ഇനിയിപ്പം നമ്മുടെ ചിങ്ങമാസ പുലരി തുടങ്ങുകയാണ് കേട്ടോ. ചിങ്ങമാസം 1 അപ്പം നമ്മുടെ വീട്ടിലുള്ള നിലവിളക്ക് പോലുള്ള ഓട്ടുപാത്രങ്ങളൊക്കെ നമ്മൾ ഇന്ന് തന്നെ വൃത്തിയാക്കി വെക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് തേച്ച് വൃത്തിയാക്കാനായിട്ടൊരു മെത്തേഡാണിത് കേട്ടോ. അപ്പം നമ്മുടെ ബെല്ല് ഇതേ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബെല്ല് നമ്മൾ നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മൾ കിടന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കൊണ്ട് ഹാങ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ബെല്ലുകൂട്ടൻ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചങ്ങല വരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഓടുപാത്രങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കഴുകി നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് 2, അതായത് വാളംപുളിയും നമ്മുടെ ചുടുകട്ടയുടെ പൊടിയും വെച്ചിട്ട് എല്ലാവരും ഒന്ന് നമ്മുടെ ഓട്ടുപാത്രങ്ങളൊക്കെ തേച്ച് നോക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.